വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം അൽഹാജ് നൂറുദ്ദീൻ അസീസി താലിബാന്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മന്ത്രി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. വലിയ വാർത്തയൊന്നും വലിയ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും വലിയ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. താലിബാൻ ഇങ്ങോട്ട് ബോംബല്ലല്ലോ ഇടുന്നത്. അവർക്ക് കൈ തരാനാണല്ലോ വരുന്നത്. അതുകൊണ്ട് അവർ വലിയ വാർത്തയൊന്നും കൊടുത്തില്ല. ബോംബിട്ടാൽ അവർ വിസ്മയം, ബോംബിട്ടില്ലെങ്കിൽ അവർ രണ്ടാം കിട ആൾക്കാർ. ബംഗ്ലാദേശ് ഇങ്ങോട്ടേക്ക് അടിച്ചാൽ ബംഗ്ലാദേശ് വസന്തം, ബംഗ്ലാദേശ് നമുക്ക് കൈ തരികയാണെങ്കിൽ ബംഗ്ലാദേശ് വസന്തം. അതിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? ഈ ബംഗ്ലാദേശിൽ ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പല ചാനലുകളും ഇരുന്ന് അടുപ്പൂട്ടി ചർച്ച നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീന വിതച്ചത് കൊയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ഞാൻ കണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി കയറി. ജമാഅത്തെ ഇസ്ലാമി കയറിയപ്പോൾ ഇവർക്ക് തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ഇവർ മാത്രമായി കഴിഞ്ഞാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടികൂടും എന്നാണ് തോന്നുന്നത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കിടന്ന് അടിയാണ്. അങ്ങനെ ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അൽഹാജ് നൂറുദ്ദീൻ അസീസി കഴിഞ്ഞ ദിവസം വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഹിന്ദുക്കളെയും സിഖുകാരെയും ഞാൻ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താലിബാനാണ് വിളിക്കുന്നത്, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം കേട്ടോ എന്നുള്ള ട്രോളുകളും ഇതോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. കാരണം താലിബാൻ വിളിക്കുന്നത് വളർത്താനല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു സെൽഫ് ട്രോളാണ്. അത് വേറൊരു കാര്യമാണ്. കാരണം താലിബാൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ മതമാണ് അവരെ ലീഡ് ചെയ്യുന്നത്. ആ മതം ഇത്തരത്തിലുള്ള ഒരു മതമാണ് എന്ന് ഇവർ അറിയാതെ പറഞ്ഞു വെക്കുകയാണ്. അത് വേറൊരു കാര്യം. അത് വലിയൊരു സബ്ജക്റ്റ് ആണ്. അത് പോട്ടെ. അപ്പൊ ഈ അൽഹാജ് നൂറുദ്ദീൻ അസീസി സിഖുകാരെയും ഹിന്ദുക്കളെയും വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ വന്ന് താമസിക്കാനല്ല, മറിച്ച് അവിടെ വന്ന് നിക്ഷേപം നടത്താനാണ് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ അൽഹാജ് നൂറുദ്ദീൻ അസീസി ഇവരെ വിളിക്കുമ്പോൾ ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യത്തിലേക്കാണ് ഇവർ വിളിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രാജ്യത്തിലേക്ക് വിളിക്കുമ്പോൾ ഇവർക്ക് എന്ത് സുരക്ഷ, എന്ത് സംരക്ഷണം? നമ്മളൊരു രാജ്യത്തിലേക്ക് വരണമെങ്കിലും ആ രാജ്യത്ത് സുസ്ഥിരമായിരിക്കണം ഭരണമടക്കം. ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള, അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള സുസ്ഥിരമായിട്ടുള്ള രാജ്യത്തിലായിരിക്കും നിക്ഷേപം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഒരു വാർ ഫ്രണ്ടിലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വാർ ഫ്രണ്ടിലാണ് ആ രാജ്യം നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ സർക്കാരിന്റെ കൂടെ ഒരു കൈ കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ കൂടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല. നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതാണ് ശരി എന്നുള്ളൊരു ചർച്ച ഇപ്പോ ഭീകരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ബിജുചേട്ടൻ ഇതിൽ രണ്ടിൽ ഏതാണ് ശരി എന്നാണ് തോന്നുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു തേജസ് വിമാനം തകർന്നു വീണിട്ടുണ്ട്. നമ്മുടെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇപ്പോൾ എയറിലുണ്ട്. വിമാനത്തിന് ഓയിൽ ലീക്കേജ് ആണ്, ഇതിന് മുന്നിൽ തുർക്കിയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് പതുക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നൊന്ന് അഡ്രസ് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം തേജസ് വിമാനം ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിമാനമാണ്. അത് 2001 ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് 2024 ആദ്യത്തെ വിമാനം ക്രാഷ് ആവുന്നത്. അത്രയും നാള് അത് ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വിമാനമാണ്. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ ക്രാഷാണ്. പിന്നെ വിമാനത്തിന്റെ ക്രാഷിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ F-16 തന്നെ 650 തവണ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. 140 തവണ ക്രാഷ് ആയിട്ടുണ്ട്. F-35 15 തവണ ക്രാഷ് ആയിട്ടുണ്ട്. J-17 എന്ന് പറയുന്ന ചൈനയുടെ ഏറ്റവും വലിയ വിമാനം 7-8 തവണ ക്രാഷ് ആയിട്ടുണ്ട്. നമ്മുടെ തേജസിനാണ് ബെറ്റർ ട്രാക്ക് റെക്കോർഡ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ദുരൂഹ ശക്തികൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ അൽഹാജ് നൂറുദ്ദീൻ അസീസിയിലേക്ക് പോവാം. നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. അതിന് അവരൊരു തിയറി ചമയ്ക്കും. അവർ പറയും ട്രംപ് പണി തന്നു എന്ന് ട്രംപിന്റെ ആരാധകർ പറയും. മറ്റു ചിലര് റീച്ചിന് വേണ്ടിയിട്ട് പറയും അത് വലിയ അട്ടിമറിയാണ് നടന്നതെന്ന് പറയും. അങ്ങനെ വിവിധ തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ വ്യാജ വാർത്തകൾ കൊടുക്കുന്നവരുണ്ട്. അതിന്റെ വയറ്റിപ്പിഴപ്പാകാം, ഇല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം വിഘടനവാദികൾക്കും ഇല്ലെങ്കിൽ അത്തരം സ്വഭാവക്കാർക്കും വളവേകുന്നതിന് വേണ്ടിയിട്ട് അത്തരം വാർത്തകൾ അവർ നൽകാറുണ്ട്. അതായത് പക്ഷെ നമുക്ക് പറയാനുള്ളത്, ഇത്തരം വാർത്തകൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് വാർത്തയും ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ലോജിക്ക് പരിശോധിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഏത് വാർത്തയും നമ്മുടെ വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാർത്തകളുടെ എല്ലാം ലിങ്ക് അവൈലബിൾ ആണ്. പല മീഡിയകളിലെ ഇന്റർനാഷണൽ വാർത്തകളാണ്, ഇന്റർനാഷണൽ മീഡിയകളിൽ ഈ വാർത്തകളുടെ ലിങ്ക് അവൈലബിൾ ആണ്. ഞങ്ങളാരും ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളല്ല, ശൂന്യത എടുത്തിട്ടല്ല വാർത്ത നൽകുന്നത്. ഇതേപോലുള്ള ലിങ്കുകളും കാര്യങ്ങളും നൽകും. ഒരുപക്ഷെ ഇത് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഒരുപക്ഷെ ഇതിന്റെ സോഴ്സുകൾ മറ്റു രീതിയിലും വരാം. വാർത്താ ഏജൻസികൾ അടക്കമുള്ളവയുണ്ട്. ഒക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പൈസ പേ ചെയ്ത് വാർത്താ ഏജൻസികളുടെ നിന്നൊക്കെ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള ഒരു കാര്യം കൂടിയൊക്കെയാണ്. അതിന് വലിയൊരു എമൗണ്ട് ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടതായി വരും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാരണം. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള, അതായത് നമ്മളുടെ രാജ്യത്തിനാണ്, അതായത് ഞാനും നിങ്ങളും
ഈ എല്ലാവരും പേ ചെയ്യുന്ന നികുതി പണത്തിൽ നിന്നാണ് നമ്മൾ യുദ്ധവിമാനവും മറ്റും വാങ്ങുന്നത്. നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്നവരാണ് ഈ വൈമാനികരായാലും സൈനികരായാലും ഒക്കെ. അല്ലാതെ അവരുടെ ഒരു മരണത്തിൽ സന്തോഷിക്കുകയും ഇല്ലെങ്കിൽ വിമാനം തകർന്നല്ലോ എന്ന് പറയുമ്പോൾ ആലോചിക്കുക അത് നമ്മളുടെയും കൂടെ പണമാണ് എന്നുകൂടി ആലോചിക്കുക. കാരണം ഇത് ആകെ 2 തവണ ഇതിനൊരു അപകടം പറ്റിയിട്ടുള്ളൂ. അപ്പൊ വളരെ മോശമായ കമന്റുകളും ഒക്കെ ആയിട്ട് വരരുത്, ദയവ് ചെയ്ത് വരരുത്. ഏതായാലും വീരമൃത്യു വരിച്ച ജവാന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പരത്താതിരിക്കുക. കാരണം സാധാരണ എയർ ഷോകൾക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിവ് കാഴ്ചകളാണ്. അത് അറിയില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ലോകത്ത് നടന്ന എയർ ഷോകളെ കുറിച്ചും അതിൽ നടന്ന അപകടങ്ങളെ കുറിച്ചും ഇത് ആളുകളുടെ ഇടയിലേക്ക് വീണ എത്രയോ സംഭവങ്ങളുണ്ട്. വിമാനം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ 2 രീതിയിലാണിത്. ഇതിപ്പോൾ ഒരു വിദേശ രാജ്യത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇന്ത്യ താറടിക്കാൻ പറയുമ്പോൾ ഇത് ദുബായ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് വെച്ചാണ് നടന്നത്. അവരെ കൂടെ അപമാനിക്കലാണത്. അവരെ കൂടെ നിങ്ങൾ തെറ്റുകാരാക്കിയ സംശയത്തിന് നിഴലിൽ നിർത്തുകയും കൂടാണ് ചെയ്യുന്നത്. കാരണം വേറൊരു രാജ്യത്തിന്റെ മണ്ണിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഈ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാതെ ശ്രമിക്കുക. കാരണം അങ്ങനെ നമ്മൾ തെറ്റായ വാർത്ത കൊടുക്കരുത്. പിന്നെ രണ്ടാമത് നമുക്ക് ഇനിയിപ്പോ കാര്യത്തിലേക്ക് വരാം. അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇവിടെ മൗദൂദി അടുപ്പുകൂട്ടിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത്. അടുപ്പുകൂട്ടിക്കാർ ഇപ്പൊ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മിത്രങ്ങൾ എന്ത് ചെയ്യും, താലിബാൻ ഇപ്പം നമ്മുടെ സ്വന്തമായല്ലോ, ഇനി എന്ത് മിത്രങ്ങൾ പറയുമെന്ന്. അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഈ നാട്ടിലെ മിത്രങ്ങൾ പൂജ ചെയ്തിരുന്നു. കാരണം അതന്ന് അദ്ദേഹം ഇന്ത്യയോട് അടുത്ത നിലപാടെടുത്തപ്പോഴാണ് പൂജ ചെയ്തത്. ഇന്ത്യയുടെ വിരുദ്ധ നിലപാടെടുത്തപ്പോൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി നമ്മൾ പുറത്തിടുകയും ചെയ്തു. അന്ന് ട്രംപിനെ സാറെന്ന് വിളിച്ചെങ്കിൽ ഇന്ന് നമ്മൾ അല്പ അക്ഷരം മാറ്റി വിളിക്കുന്നുമുണ്ട്. അതാണ് നമ്മള്. കാരണം നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്. ഇന്ത്യക്കാരെല്ലാവരും ആ ഒരു പഴഞ്ചൊല്ല് പല ഭാഷകളിൽ പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. സ്വർണം കായ്ക്കുന്ന മരമായാലും പെരയ്ക്ക് മകളിൽ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടിമാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ആയിട്ട് ഇപ്പോൾ നമുക്കുള്ളത് നമുക്ക് ഗുണകരമാകുന്ന ബന്ധമാണ് നമ്മൾ ഇപ്പോൾ അവരുമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നാളെ അഫ്ഗാനിസ്ഥാൻ നമുക്കെതിരെ തിരിയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ 1-ാം നമ്പർ ശത്രുവായിരിക്കും. കാരണം ശത്രുവും മിത്രവും സ്ഥിരമായിട്ടില്ല. കാരണം ഇത് പാറക്കെട്ടല്ല, മനുഷ്യനാണ് ഈ ലോകത്തെമ്പാടുമുള്ളത്. മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതാണ്, ഇല്ലെങ്കിൽ അവരുടെ ചിന്താഗതി പ്രവചിക്കാൻ കഴിയാത്തത്. ട്രംപ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരെങ്കിലും കണ്ടിരുന്നു? ശ്രീമാൻ നരേന്ദ്രമോദി വോട്ട് പിടിക്കാൻ പോയിട്ടുള്ള ഒരു ലോക നേതാവാണ് ട്രംപ്. അപ്പൊ മനുഷ്യന്റെ മനസ്സുകൾ എപ്പോഴും മാറി മറിയാം, നിലപാടുകളും മാറി മറിയാം. കാരണം ഇത് രാജ്യത്തിന്റെ ഇതിപ്പം രാജ്യത്തിന്റെ നിലപാടാണ്. അതൊക്കെ അവര് നോക്കിക്കോളും. പിന്നെ കളിയാക്കുന്നവർക്ക് കളിയാക്കാം. പക്ഷെ ധനുഷ് പറഞ്ഞതിനേക്കാളും വലിയൊരു വാർത്തയാണ് അവിടെ നടന്നത്. ഈ അൽ ഹാജ് നൂറുദ്ദീൻ അസീസി എന്ന് പറയുന്ന അവരുടെ വാണിജ്യ വ്യവസായ മന്ത്രി ദില്ലിയിലെത്തി നമ്മുടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീമാൻ പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു വലിയ വാർത്തയുണ്ട്. മാധ്യമങ്ങളൊന്നും അത് വാർത്തയാക്കി കണ്ടില്ല. നമ്മുടെ ശ്രീമാൻ ഡൊണാൾഡ് ട്രംപും ശ്രീ ഷീ ജിൻ പിങ്ങും എല്ലാം കണ്ണുവെച്ചിരുന്ന ഒരു മണ്ണുണ്ട്, അഫ്ഗാനിസ്ഥാന്റെ മണ്ണ്. ആ മണ്ണില് റെയർ എർത്ത് മെറ്റൽസിന്റെ അപൂർവമായ വസ്തുക്കളുടെ മൂലകങ്ങളുടെ ഒരു വലിയ ഖനി തന്നെയാണ്. മാധ്യമങ്ങളൊക്കെ വരുന്നത് ചൈന അവിടെ വലിയ രീതിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു, അവിടെ ഖനനം നടത്താൻ പോകുന്നു. ഡൊണാൾഡ് ട്രംപ് ബഗ്രാം വ്യോമത്താവളം അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഖനനം നടത്താൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് പാകിസ്ഥാൻ കൊടുക്കും. ഈ വാർത്തകളാണ്. ഇന്ത്യ പ്രതികരിച്ച് നമ്മളാരും കണ്ടില്ല. പലപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു പ്രതിഭാസം, ലോകത്ത് എവിടെങ്കിലും ഒരു കാക്ക ചത്താൽ പോലും മോദി മറുപടി പറയണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു നിലവാരത്തിലേക്ക് എല്ലാവരും ഒരുപോലെ എത്തി എന്നുള്ളതാണ്. ഈ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഒരേ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നുമില്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമാണ്, ഒരു MP ആണ്. ഒരു പ്രധാനമന്ത്രിക്ക് ഈ വഴിയെ പോകുന്ന രാവിലെ ട്രംപ് കോട്ടുമായിട്ടിട്ട് പറയുന്നതിന്, ഇല്ലെങ്കിൽ പിന്നെ JD വാൻസ് ചായ കുടിക്കുമ്പോൾ പറയുന്നതിനൊക്കെ മറുപടി പറയുക എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ സാധനം മാത്രമാണ്. അത് അവര് പറയും. ട്രംപ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അദ്ദേഹം പലതും പറയും. ഇന്ന് പറയുന്നില്ല, നാളെ പറയുന്നു. ഇന്നലെ അദ്ദേഹം പോയി കണ്ട ഒരാളെ അറിയാമല്ലോ എല്ലാവർക്കും, ന്യൂയോർക്കിന്റെ മേയറെ പുതിയത്. അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണ് ട്രംപ് അതിന് മുമ്പ് പറഞ്ഞിരുന്നത്, ഇന്നലെ എന്താണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വ്യവസ്ഥയും വെള്ളിയാഴ്ചയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലോകത്ത് ആരും വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തെ എടുത്തിട്ടുമില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അവിടെ പറഞ്ഞ ഈ റെയർ എർത്ത് മെറ്റൽസ് ഖനനം ചെയ്യാൻ ഇന്ത്യക്കാരെ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് അമേരിക്ക കണ്ണുവെച്ച മണ്ണില് ചൈന കടന്നു കയറാൻ ആഗ്രഹിച്ചൊരു മണ്ണ് ഇന്ത്യക്ക് നേരെ വെച്ച് നീട്ടിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ചെയ്തത്. അതാണ് ഏറ്റവും വലിയ വാർത്ത. ഇന്ത്യൻ കമ്പനികളോട് പറയുന്നത്, നിങ്ങൾ അവിടെ വരൂ, ഞങ്ങളുടെ ഈ ലിഥിയത്തിന്റെ ഒക്കെ വലിയ ശേഖരം തന്നെയാണ് അവിടെ ഉള്ളത്, അവിടെ നിങ്ങൾ ഖനനം ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കിടയിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന ബ്രാൻഡ് ഇല്ലെങ്കിൽ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ഫാക്ടറികൾ ഇന്ത്യയിലേക്ക് സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ വന്ന് പറയുന്നത് വരൂ. കാരണം അഫ്ഗാനിസ്ഥാൻ നമ്മളുമായിട്ട് പുതിയൊരു ബന്ധമല്ല.
ഉള്ളത്. 2011 അന്ന് മോദിയൊന്നും അല്ല, 2011 UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് $5 ബില്യൺ കച്ചവടം അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് $1 ബില്യൺ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കേന്ദ്രം ഇന്നലെ ഒരു വലിയ പ്രഖ്യാപനം കൂടെ നടത്തി. അഫ്ഗാനിസ്ഥാനിലേക്ക് നമ്മൾ വ്യോമഗതാഗതം ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വ്യോമഗതാഗതം തുറന്നിരിക്കുന്നത്. കാരണം അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിരുന്ന ഒരു വാർത്തയുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ബാൻ ചെയ്തു, നിരോധിച്ചു. മരുന്നുകൾ പോലും നിരോധിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലെ മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും, നമുക്കിനി അവിടെ നിന്ന് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ഈ ഒരു സാഹചര്യം ഈ രീതിയിൽ ഇന്നലെ ഈ പറയുന്ന അൽഹാജ് നൂറുദ്ദീൻ അസീസി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം, അതായത് എല്ലാവരും കൊതിച്ചിരുന്ന ഒരു കാര്യം, ഈ മണ്ണുംചാരി നമ്മൾ പെണ്ണും കൊണ്ട് പോയി നേട്ടിട്ടുണ്ടോ? അതുപോലത്തെ ഒരു സംഭവമായിപ്പോയി അത്. കാരണം എല്ലാവരും കൊതിച്ചിരിക്കുകയാണ്, ഈ മണ്ണ് കിട്ടും, ഞങ്ങൾ പിടിച്ചെടുക്കും, ഇത് ഖനനം ചെയ്യും. അപ്പൊ ഇപ്പോൾ പെണ്ണിന്റെ അച്ഛൻ തന്നെ പറയുന്നു, ഈ പെൺകുട്ടി നിനക്കുള്ളതാണ്, നിന്നെ കാത്തിരിക്കുന്ന പെൺകുട്ടിയാണ്, നീ ഇത് കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ഇതൊരു അപ്രതീക്ഷിത നീക്കമല്ല, കാലാകാലങ്ങളെ വളർത്തിയെടുത്ത നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ മനസ്സിലായോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ താലിബാൻ ഭരണകൂടത്തെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കും പ്രയോജനമുള്ളിടത്തെ നമ്മൾ മുതലിറക്കാറുള്ളൂ, അല്ലാത്തടത്ത് നമ്മൾ പോകാറില്ല. നമ്മൾ ഇവിടുന്ന് അവർക്ക് ആംബുലൻസും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ അവരുടെ ദുരിതകാലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരെപ്പോഴും അത് പറയുന്നുമുണ്ട്, ഞങ്ങളുടെ കോവിഡ് കാലത്ത് ഞങ്ങളെ രക്ഷിച്ചത് ഇന്ത്യയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഇന്ത്യയാണ് എന്നുള്ളത്. ഇപ്പോഴും നമ്മളാണ് അവർക്ക് സഹായം ചെയ്യുന്നത്. അതിന് പ്രത്യുപകാരമാണ്. ഇന്ത്യ ആദ്യമായിട്ടല്ല അഫ്ഗാനിസ്ഥാന് സഹായം ചെയ്യുന്നത്. അവരുടെ പാർലമെന്റ് മന്ദിരം തന്നെ കെട്ടിക്കൊടുത്തത് ഇന്ത്യയാണ്. ഒപ്പം തന്നെ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. റോഡിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, റെയിൽവേയുടെ വർക്ക് നടത്തിക്കൊണ്ട് ഇന്ത്യയാണ്. ഇത് 2021 താലിബാൻ അധികാരത്തിലേറിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അത് തുടരണമെന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ്, അതായത് നമുക്ക് ഉപകാരപ്രദമാകുന്നു. നമ്മുടെ ശത്രുവിന്റെ ശത്രു കൂടിയാണത്. ശത്രുവിന്റെ ശത്രു മിത്രമെന്നുള്ള ഒരു ഒറ്റ തിയറി മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നതും ചേരുന്നതിലും അതിൽ ഒരു തെറ്റും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. കാരണം എല്ലാ ബന്ധങ്ങളും സ്ഥിരമല്ല, താൽക്കാലികം മാത്രമാണ്. അത് വ്യക്തിപരമായിട്ടാണേലും നയതന്ത്രപരമായിട്ടാണേലും അങ്ങനെ തന്നെയാണ്, അല്ലേ? കാരണം ഈ എന്താണ് പറയുന്നത്, ആ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചാണ്, അല്ലെ? നമ്മളെല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? ജീവിതാവസാനം വരെ ഒന്നിച്ച് ജീവിക്കാനാണ്. എത്രയോന്നും ഡൈവേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെ? എന്തായാലും അത്രയും വലിയൊരു ബന്ധമല്ലല്ലോ ഒരു രാജ്യവും തമ്മിൽ ഒപ്പുവെക്കുന്ന, ഇല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഓഫർ, അല്ലെ? അപ്പം അത്രേ ഉള്ളൂ, നയതന്ത്ര ബന്ധം അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. അപ്പോ ഞാനതാണ് നേരത്തെ ട്രംപിന്റെ ഉദാഹരണമാക്കുന്നത്. ഇതാണ് ഒരു ഏറ്റവും വലിയ വാർത്തയാണ്. സൗജന്യമായിട്ട് ഭൂമി നൽകാം, സൗജന്യമായി വൈദ്യുതി നൽകാം, ഇവിടെ എത്തുന്ന വ്യവസായികൾക്ക് ടാക്സ് ഇളവ് നൽകാം. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള സിഖുകാർക്കും ഹിന്ദുക്കൾക്കും നിങ്ങൾക്ക് മടങ്ങി വരാം, നിങ്ങൾക്ക് ഇവിടെ വ്യവസായം തുടങ്ങാം, നിങ്ങൾക്ക് മുൻഗണന തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സ്ഥിരതാമസക്കാരായിരുന്നു 6000-ഓളം സിഖുകാരുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ താലിബാൻ അവിടെ അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അവരെയൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. കാരണം അവരുടെയൊക്കെ സ്വത്തുക്കൾ അവിടെ ഉണ്ട് ഇപ്പോഴും. കാരണം അവർ ഇന്ത്യൻ വംശജരാണ്, അവിടെയാണ് അവർ ഇത് ചെയ്തിരുന്നത്, സിറ്റിസൺഷിപ്പ് അവിടെയായിരുന്നു. അവരൊക്കെ തിരിച്ചു വരാനാണ് ബാധിക്കുന്നത്. ഒരു വലിയ നീക്കം തന്നെയെന്ന് പറയാം. അതായത് മണ്ണുംചാരിയിൽ നിന്ന് പെണ്ണും കൊണ്ടുപോയി എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇതുവരെ നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞിരുന്നത് ട്രംപ് ഖനനം ചെയ്യാൻ പോകുന്നു, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യും, ചൈന ഖനനം തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നമുക്ക് എന്താണ് പറയുന്നത്, ഫാക്ട്, അതായത് സത്യം എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ഡാമിന്റെ പണി മുഴുവൻ നടത്തുന്നത് ഇന്ത്യയാണ്. ഒപ്പം തന്നെ അതായത് വേണമെങ്കിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം നിയന്ത്രിക്കാൻ കഴിയും. ഹിന്ദുക്കുഷ് വഴി ഒഴുകുന്ന നദിയുടെ ജലം നിയന്ത്രിക്കാൻ ഇപ്പൊ ഇന്ത്യക്ക് കഴിയും. കാരണം സിന്ധു നദി ജലം മാത്രമല്ല, അവിടുത്തെ നദി ഭൂട്ടാനിൽ നമ്മൾ അവിടുത്തെ ജലവൈദ്യുത പ്രോജക്റ്റുകൾ നമ്മളാണ് എടുത്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു, അതായത് ഈ ജലത്തിന്റെ ഈ മേഖലയിലെ ഒരു കൺട്രോൾ പവറിലേക്ക് ഇന്ത്യ എത്തുകകൂടെയാണ്. അവിടെയാണ് ഒരു വമ്പൻ ഓഫർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ മന്ത്രി നേരിട്ട് എത്തിച്ചിരിക്കുന്നത്.